വളരെ അർജൻറ്റായിട്ടുള്ള ചില മെസ്സേജുകൾ നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. ഇത് ചിലപ്പോൾ ഒരു അപ്പോളജിയുമായി നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കാം. അല്ല എങ്കിൽ കുറേ നാളായി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയുടേതാകാം. കുറേ നാളായി നിങ്ങൾക്ക് അവരെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ഇല്ലായിരുന്നിരിക്കാം. അപ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനെക്കുറിച്ച് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആ വ്യക്തി ചില അർജൻറ്റ് മെസ്സേജസുമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനടി വരും. ഇവിടെ നമുക്ക് 2 കാർഡ്സ് തന്നിട്ടുണ്ട്, പേജ് ഓഫ് കപ്സും ഹെർമിറ്റും. ഈ വ്യക്തി വളരെ ലോങ് ടൈമായിട്ട് നിങ്ങളുമായിട്ടൊരു സെപ്പറേഷനിലാണ്. അവർ വരുന്നത് ചില അൺഎക്സ്പെക്റ്റഡ് മെസ്സേജസ് ആയിട്ടാണ്. ഈ പേജ് എന്ന് പറയുന്ന കാർഡ് വളരെ ചൈൽഡിഷും അതുപോലെ അൺഎക്സ്പെക്റ്റഡുമാണ്. ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. നിങ്ങളുമായിട്ടുള്ള നോ കോണ്ടാക്റ്റ് അവർ ബ്രേക്ക് ചെയ്യും. പക്ഷേ മെസ്സേജസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ഒന്നും ആയിരിക്കത്തില്ല. ലൈക്ക് ഹായ്, ഹൗ ആർ യു, അങ്ങനത്തെ മെസ്സേജുകളൊക്കെ ആയിരിക്കും. അതായത് ഇതിപ്പോൾ നിങ്ങൾ ലീസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഒരുപാട് നിങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് 2 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് കപ്സും 3 ഓഫ് സോഡ്സും. ഈ ഞാൻ പറഞ്ഞല്ലോ ഇവർ നിങ്ങളുമായിട്ട് വളരെ ലോങ് ടൈമായിട്ട് നോ കോണ്ടാക്റ്റിലാണ് എന്നുള്ളത്. അതിപ്പോൾ കുറച്ച് ഡേയ്സ് വീക്സൊക്കെ ആയിട്ട് സെപ്പറേഷനിലും നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് അല്ല കേട്ടോ ഇത് വളരെ ലോങ് ടൈമായിട്ട് ഒരു സെപ്പറേഷനിലും നോ കോണ്ടാക്റ്റിലൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിത്തൗട്ട് യു ദ പേഴ്സൺ ഈസ് കോൺസ്റ്റൻ്റ്ലി തിങ്കിങ് അബൌട്ട് യു. അതാണിപ്പോൾ ആ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയണത്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, അല്ല എങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷനൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു സോൾമേറ്റ് ഇൻഫ്ലെയിം കണക്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഈ വ്യക്തിയെ ഇപ്പം നിങ്ങളൊരു റൊമാൻറ്റിക് പേഴ്സൺ ആയിട്ടൊന്നും കാണണ്ട. ഈ വ്യക്തിയെ ഫസ്റ്റ് ടൈം കണ്ട ടൈമിൽ ശരിക്കും നിങ്ങൾക്ക് തോന്നി, അതായത് നിങ്ങളുടെ ലൈഫ് ഒരു വല്ലാത്തൊരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതുവരെയും ഒരു വ്യക്തിയോടും അങ്ങനത്തെ ഒരു കണക്ഷനോ ഒരു അറ്റാച്ച്മെൻറ്റോ തോന്നിയിട്ടില്ല. ഈ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും റൊമാൻറ്റിക് കണക്ഷൻ ആവണമെന്നില്ല. അവർ പക്ഷേ നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും. അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനും സ്പിരിച്വൽ ഹീലിങ്ങിനും ഒക്കെ വേണ്ടി അവർ നിങ്ങളെ ഒരുപാട് പുഷ് ചെയ്യും, ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും. അവർക്ക് എന്തോ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ട്. അതായത് നിങ്ങൾ അവരിൽ ഇൻട്രസ്റ്റഡ് അല്ല, മൂവ് ഓൺ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ എന്തോ ഒരു ഫീൽ അവരുടെ മനസ്സിൽ. ഇപ്പോൾ ലോങ് ടേം ആയിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണല്ലോ, പക്ഷേ ഇപ്പോൾ സഡനായിട്ട് അവരുടെ മനസ്സിൽ അങ്ങനെ എന്തൊക്കെയോ ഒരു തോന്നലുകൾ, ഒരു ഫീലൊക്കെ അവരുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് അവർ ശരിക്കും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ നോക്കുന്നതും. അതുപോലെ തന്നെ അവരിപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും അവർ നിങ്ങളോടൊരു റീകൺസിലേഷൻ ആവശ്യപ്പെടും. അവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ഒരു റീകൺസിലേഷൻ. ഇവർ കുറേ നാളായിട്ട് നിങ്ങളിങ്ങനെ കോണ്ടാക്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അവർക്ക് അതിനുള്ളൊരു അവസരം വരുന്നത്. കാരണം ഇത്രയും നാളെന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിച്ച് മെസ്സേജ് അയക്കണമെന്നൊക്കെ വിചാരിച്ചാൽ പിന്നീട് അത് വേണ്ടാന്നുള്ള രീതിയിലേക്ക് പോകും. പക്ഷെ ഇപ്പോൾ അവർക്ക് ശരിക്കും ഒരു തോന്നലുണ്ട്. കാരണം നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുമോ എന്നൊരു പേടിയും ഒരെന്തൊക്കെയോ അവരുടെ മനസ്സിലൊരു ഫീലിങ്സ് ഉണ്ടായി. അവർക്ക് നിങ്ങളില്ലാതെ അവർക്ക് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല.
അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് ഉറപ്പായും വരികയും നിങ്ങളോടൊരു റീകൺസിലേഷൻ ആവശ്യപ്പെടുകയും ചെയ്യും.